സാർ, ഈ സംഘർഷങ്ങളില്ലാത്ത മനുഷ്യജീവിതം എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും അല്ലേ? അപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യ ജോലിക്കാരിയാവും, ഭർത്താവ് ജോലിക്കാരനാവും, ചിലപ്പോൾ രണ്ടുപേരുണ്ടാവും. പക്ഷേ വീട്ടിലുണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ അവിടെ വെച്ച് തീരില്ല. അത് നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് ആലോചിച്ച് പോകുന്നു, ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ വരുന്ന ഒരാളോടായിരിക്കും ചിലപ്പോൾ നമ്മളിത് തീർക്കുക, അല്ലെങ്കിൽ സഹപ്രവർത്തകരോടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ സംഘടിപ്പിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയാണ്, ഇത്തരം സംഘർഷങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ വീട് ഓഫീസാക്കി മാറ്റി അടിമേടിക്കും എന്നല്ലേ എൻ്റെ അർത്ഥം. ഇത് വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അത് എങ്ങനെയാണത്, കാരണം അതിനകത്തൊരു ആത്മാംശമില്ലാതെ അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ പ്രയാസമായിരിക്കും. അതെ, കാര്യം സ്വന്തം അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിലൂടെ മാത്രമേ നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മുഖ്യമന്ത്രി അത് കൃത്യമായിട്ടത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് പറഞ്ഞത് വളരെ സത്യമാണ്, ശരിയാണ്. വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുമ്പിലേക്ക് വരുന്ന ഒരാളിനോട് ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം, ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം, ഒരു ഫയൽ ഒരു ജീവിതമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ ഒരു തീരുമാനം എടുക്കേണ്ട വ്യക്തി ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉയർന്ന തസ്തികയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഉന്നതമായ ഒരു പൊസിഷനിൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിവേചന ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ഈ വിവേചന ബുദ്ധി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ വിവേചന ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയും വേണം. അതിനോടൊപ്പം അത് ശരിയും അതോടൊപ്പം തന്നെ കാരുണ്യവും, രണ്ട് സംഗതികൾ വന്നു കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നാണ് ഈ വിവേചന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. എന്നും പറഞ്ഞ് അനീതിയോ തെറ്റായ കാര്യമോ ചെയ്യണമെന്നുള്ളതല്ല. ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ശരിയും കാരുണ്യവും, റൈറ്റ് ആൻഡ് കൈൻഡ്, ഇത് വന്നു കഴിഞ്ഞാൽ കൈൻഡിൻ്റെ ഭാഗത്ത് നിൽക്കണം. അവിടെയൊക്കെയാണ് ഒരു അധികാരിയുടെ, ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഉറപ്പും അതേപോലെ ഒരു നിശ്ചയദാർഢ്യവും, ചെയ്യുന്ന കാര്യം ഒരു ശരിയാണ്, നിയമപരമായിട്ട് ശരിയല്ലെങ്കിൽ പോലും ധാർമ്മികമായിട്ട് ശരിയാണെന്നുള്ളൊരു ബോധം വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയും ബുദ്ധിയും മനസ്സും അങ്ങനെ തെളിഞ്ഞെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അതിവിടെ നശിച്ചു പോകും. അതിവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷെ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണ അനുസരിച്ചിട്ട് നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഭരിക്കുന്നു, അധികാരം കൈകാളുന്നു എന്നുള്ളൊരു ഉപരിയായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധിപൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നടപടിയും ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലെ സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കണം, ഇല്ലേ? അതെ. ഉദാഹരണത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതൊരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കും? ഈ ഒരു തീരുമാനമെടുത്തിട്ട് ഞാനൊരു ഉദാഹരണത്തിന് മദ്യത്തിൻ്റെ പുറത്ത് വില കൂട്ടുന്നു, ഇപ്പോൾ ഒരു 100% എന്നുള്ളത് 200% അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണല്ലോ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു തുക, അത് 500 1000 എത്രയോ ആയിക്കോട്ടെ, അയാൾ അന്ന് പോയി മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ കേരളത്തിലെ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മദ്യപിക്കുന്നത് കേരളത്തിലാണ്, അല്ലേ? അപ്പം ഈ മദ്യപിക്കുന്ന ഒരു വ്യക്തി നേരെ മദ്യഷാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ കീശ കാലിയാവും. ശനിയാഴ്ച ചിലപ്പം വൈകുന്നേരം വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ കാത്തിരിക്കുന്ന ഭാര്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിന് ആവശ്യമായ പുസ്തകങ്ങളോ മറ്റാവശ്യങ്ങൾക്കോ കാത്തിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ അത്യാവശ്യം മദ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് കാശ് ഏതാണ്ട് തിരാറാവും. പിന്നെ അതിൻ്റെ വിഷമത്തിൽ ബാക്കിയുള്ളതും ചിലപ്പം കടം പറഞ്ഞ് ഇയാൾ മദ്യപിച്ചെന്നിരിക്കും, ഇല്ലേ? അപ്പം വീട്ടിൽ ചെന്നിട്ട് ഈ മദ്യപിച്ചിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പറഞ്ഞതുപോലെ ലെക്കില്ലാതെ എരിഞ്ഞ വയറുമായിട്ട് ഇയാൾ വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഇയാളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ, സംഘർഷം ഉണ്ടാവുമോ? അപ്പം ഈ രീതിയിൽ ഓരോ കുടുംബങ്ങളിലും ഈ പറഞ്ഞതുപോലെ സംഘർഷത്തിന് അനുകൂലമായ നിലപാടുകൾ, ഓരോ തീരുമാനം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുക്കുന്ന സമയത്ത്, അത് പാവപ്പെട്ടവനായിക്കോട്ടെ ഏറ്റവും സമ്പന്നനായിക്കോട്ടെ, ഓരോ തീരുമാനങ്ങളും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു ചിന്ത മുഖ്യമന്ത്രിയിലും ഉണ്ടാവണം. ഓരോ ഗവൺമെൻറ്റിൻ്റെ നടപടികളും ഇത് വ്യക്തികളുടെ സംഘർഷം കുറയ്ക്കുമോ കൂട്ടുമോ? ഇതേപോലെ പുറത്ത് വ്യക്തികളുടെ സംഘർഷം ഉണ്ടാക്കിയാൽ വീട്ടിനുള്ളിലേക്കും സംഘർഷമായിട്ടായിരിക്കും ചെല്ലുന്നത്.
ആ സംഘർഷം കൊണ്ടാണ് തിരിച്ചു വീണ്ടും വരുന്നത്. ഇപ്പോൾ കേരളം അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്, അല്ലേ? അതെ. ഉദാഹരണത്തിന് കെ ജയകുമാറിൻ്റെ ഒരു ആത്മകഥ ഏതാനും നാൾ മുമ്പ് ഈ മാതൃഭൂമി പത്രത്തിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിരുന്നൊരു സംഗതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാച്ചിലുണ്ടായിരുന്ന കുറേ പേർ ഈ അവിടെ വെച്ച് തന്നെ ട്രെയിനിങ് പീരീഡിൽ തന്നെ പ്രണയത്തിലേർപ്പെടുകയും വിവാഹിതരാകുകയും ചെയ്തു. അതിലേതാണ്ടൊരു 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഡിവോഴ്സായി, വേർപെട്ടു. ഇപ്പം ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കുടുംബമായിട്ട് കഴിയുന്നത് പോലും തട്ടിമുട്ടിയാണ് കഴിയുന്നതെന്നും പറയുന്നു. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല, സാമ്പത്തികത്തിൻ്റെ കുറവല്ല, സാമൂഹികമായ സ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല, ഭൗതികമായ സൗകര്യങ്ങളുടെ പ്രശ്നമല്ല, ഇതൊന്നുമല്ല പ്രശ്നം. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നിൽക്കുന്ന തലത്തിലേക്ക് പോകുന്നു സാധനം. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് ഈ പൊതുമേഖല ശാക്തീകരണ ശില്പശാല, അപ്പോൾ അത് നയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാലയുടെ അവസാനത്തെ സമാപന യോഗത്തിലാണ് ഇദ്ദേഹം ഇനി വരാൻ പോകുന്ന പുതിയ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയും കൂടെ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്ന സംഗതി. അപ്പോൾ ഇത് ഓരോ വകുപ്പിൻ്റെയും ഓരോ സ്ഥാപനങ്ങളെയും നയിക്കുന്നത് ആ വ്യക്തികളാണെങ്കിലും അവർ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല, മറ്റുള്ളവരോട് വിചാരിക്കണം. അതായത് ഒന്നിച്ച് കൂട്ടായിട്ട് ഇത് പോകേണ്ടി വരുന്നു. അപ്പോൾ അവരെ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്നവരുടെ സ്വഭാവത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാവണം, മാനുഷികമായ ഘടകങ്ങളുണ്ടാവണം. അപ്പോൾ ഈ ഒരു സംഗതി ഇന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വരിക? ഇത് മുഖ്യമന്ത്രിക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈ വാർത്ത വന്നിരിക്കുന്ന ഒരു പത്രത്തിൽ വന്നിരിക്കുന്നത് 2 വാർത്ത, അതെനിക്ക് തോന്നുന്നു ഏത് പത്രത്തിലാണെന്ന് ഈ ഓർമ്മയില്ല, 2 വാർത്ത അടുത്തടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഈ ശില്പശാലയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വീട്ടിലെ സംഘർഷം ഓഫീസിൽ കൊണ്ട് തീർക്കരുത്. അതിന് മുകളിൽ അവധിക്കാലത്ത് ഈ ശില്പശാല നടത്തി ഈ ലഹരി വിരുദ്ധ സന്ദേശം പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുകയും അത് പഠിപ്പിക്കാനായിട്ട് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുകയും അവസാന പീരീഡ് സുംബോ ഡാൻസിനായിട്ട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനമാണ്. ഒരു ഭാഗത്ത് മദ്യം ഇങ്ങനെ ഒഴുക്കി കൊടുക്കുന്നു. മാത്രമല്ല IT പാർക്കുകളിൽ രാത്രി ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ മദ്യം സുലഭം. ഇനിയിപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ IT പാർക്കുകളിലെ വർക്ക് മെച്ചപ്പെടുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്, അതോ അവിടെ സാമൂഹിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉടലെടുക്കുമെന്നുള്ള പ്രശ്നം വരും. സ്വാഭാവികം കുത്തഴിഞ്ഞ് നിൽക്കും. ഉറപ്പല്ലേ? അതാ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സാധാരണ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഈ സാർ നേരത്തെ പറഞ്ഞ ഒരു ഫയലാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത്. അപ്പം ഒരു കുറേ 10-12 സ്റ്റാഫുള്ള ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഈ താഴെ തട്ടിലുള്ള ജീവനക്കാരൻ മുതൽ മുകൾ തട്ടിലുള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ വരെ അതിൽ ഒരാളുടെ സ്വഭാവം, അയാളുടെ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അത് മക്കളിൽ നിന്നായിരിക്കാം, ഭാര്യയിൽ നിന്നായിരിക്കാം, കുടുംബത്തിലെ മറ്റാരിൽ നിന്നാകാം, ആ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ ഒന്നാകെ അത് ബാധിക്കാം. അപ്പോൾ ആ തലവൻ വിചാരിച്ചാൽ ഒട്ടും ഈ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകില്ല. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്ന ആളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറി അയാൾക്കൊരു നല്ല സുഹൃത്തുണ്ടായി അതിനെ രമ്യമായി പരിഹരിക്കാം. അങ്ങനെയാണ് ഇത് ഈ രീതിയിൽ പോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റമൊക്കെ വരുത്താൻ നമ്മുടെ ഘടനയ്ക്ക് കഴിയുമെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിന് ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പം അതിനകത്ത് തന്നെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളന തുടക്കം എന്ന് വെച്ചാൽ യുവാക്കളുടെ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയാണ്. അത് ആദ്യം അദ്ദേഹം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പത്രസമ്മേളനത്തിൻ്റെ അവസാന ഭാഗമായിട്ട് ചോദ്യോത്തര വേളയിൽ ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ നേർക്ക് ഒരു പത്രലേഖകന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ക്ഷുഭിതനാകുന്നു. ക്ഷോഭം എന്ന് പറയുന്നത് ഹിംസയുടെ ഒരു വാക്കുകൾ കൊണ്ടുള്ള ഹിംസയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം മാതൃക കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് അസുഖകരമായ ഒരു ചോദ്യത്തെ നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനെ സംഘർഷമില്ലാതെ സമീപിക്കേണ്ടതെന്നൊക്കെ മുഖ്യമന്ത്രി കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും ഇത് പറ്റുന്നില്ല. അവിടെയാണ് ഇത്തരം അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ റോഡ് ആക്സിഡന്റ് എടുത്ത് നോക്കിയാൽ രാവിലത്തെ നമ്മൾ വാഹനം ഓടിക്കുന്നവരുടെ 2 വീലേഴ്സിൻ്റെ ആണെങ്കിലും കാർ ഓടിക്കുന്നവരുടെ ആണെങ്കിലും ഈ അവരുടെ മുഖഭാവങ്ങളിലേക്ക് നോക്കിയാൽ മതി. വീട്ടിൽ നിന്നുള്ള ഏത് ശണ്ട കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് നമുക്കറിയാൻ പറ്റും. അത് ഈ ആക്സിലേറ്ററിൻ്റെ ശബ്ദത്തിൻ്റെ വിന്യാസത്തിൽ പോലും നമുക്ക് ഈ വീട്ടിൽ അവർ അനുഭവിച്ച ആ ഒരു ടെൻഷൻ്റെയും ഒക്കെ നമുക്കറിയാൻ, അത് നമുക്ക് ഈ റോഡിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും.
മാത്രമല്ല ചില കാറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് വരുന്ന ഓടിച്ചു പോകുന്ന വാഹനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, രണ്ടുപേരും തമ്മിലുള്ള ഷണ്ടൈഡിൽ നമുക്ക് കാണാനും കേൾക്കാനൊക്കെ കഴിയും. അപ്പം ഇത്തരം ഒരു വർത്തമാന സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ സത്യമാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിനൊരു മാതൃക, അദ്ദേഹം സൃഷ്ടിക്കുന്ന മാതൃകയും വിപരീതമാകുന്നു. അതിനുള്ള ഒരു നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അത് പ്രതിഫലിക്കുന്നില്ല. ആ രീതിയിലൊരു നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ ഒരവസ്ഥ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും വീട് ഓഫീസാക്കിയാൽ ഞാൻ അവിടെ വന്ന് അടി തരും എന്നുള്ളതല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകട്ടെ അല്ലേ, നമുക്ക് എല്ലാവർക്കും നീതി കിട്ടും. അല്ല, അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യം തന്നെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.